ലോകത്തെവിടെയാണെങ്കിലും അത് കറുത്തവനോ വെളുത്തവനോ യൂറോപ്പിനോ അറേബ്യ ആരുമായിക്കോട്ടെ, കുഞ്ഞുങ്ങൾ മാലാഖമാരാണ്. വെറുപ്പറിയാത്തവരാണ്, വിദ്വേഷവും ചതിയും അറിയാത്തവരാണ്. 160 നിഷ്കളങ്കരായ പ്രൈമറി സ്കൂൾ പെൺകുട്ടികളുടെ ചോര കുടിച്ചാണ് ഇറാനിൽ ഇസ്രയേലിന്റെ യുദ്ധാരംഭം. ഇൻഗുലാബ് ചത്തരത്തിൽ മിനാം നഗരത്തിൽ ആ മാലാഹ കുഞ്ഞുങ്ങളെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിക്കാൻ ഇറങ്ങിയത് ലക്ഷക്കണക്കിന് മനുഷ്യരാണ്. അതിലൊരു കുഞ്ഞിന്റെ അമ്മ പറയുന്നത് കേട്ടു, എനിക്ക് എന്റെ കുഞ്ഞിനെ പൂർണ്ണമായി കബറടക്കാൻ കഴിഞ്ഞില്ല. കിട്ടിയത് ചിതറിയ കയ്യും കാലും. എന്റെ കുഞ്ഞിന്റെ തല അക്രമികൾ ചിതറിച്ചു കളഞ്ഞു. എന്റെ ഈ അനാഥ വേദനയ്ക്ക് നിങ്ങളോട് ദൈവം കണക്ക് ചോദിക്കും. ആ മാതൃവേദനകൾക്ക് മതമില്ല, രാഷ്ട്രീയമില്ല, ഇന്ത്യയെന്നോ ഇറാനെന്നോ ഇല്ല, ദേശാതിർത്തികൾ പ്രസക്തമേ അല്ല. ശരിയാണ്, ഏതാനും മാസങ്ങൾക്ക് മുൻപാണ് ആയത്തുള്ള അലി ഖൊമൈനി ഭരണകൂടത്തിന് തെറ്റായ നയങ്ങൾ, വിലക്കയറ്റം, സ്ത്രീ അടിച്ചമർത്തൽ, ജീവൽ പ്രശ്നങ്ങൾ, തെരുവുകളിൽ ആളിക്കത്തിയ പ്രതിഷേധം, IRG അടിച്ചമർത്തിയതാണ്. പക്ഷേ രാജ്യത്തെ ആക്രമിക്കാൻ ഏതെങ്കിലും ഒരുത്തൻ ഉരുമ്പിട്ടിറങ്ങിയാൽ രാഷ്ട്രീയം മാറ്റിവെച്ച് ജീവൻ വേണേൽ അതും തരാം എന്ന ആർജവത്തിൽ നെഞ്ചങ്ങ് വിരിച്ചൊരു പെഹൽഗാം ചോരക്കാലം മറക്കാനായോ? അതേതരം രാജ്യസ്നേഹം, അതേതരം രാഷ്ട്രവികാരത്തിലാണ് ആകാശത്ത് അത്യാധുനിക മിസൈലുകളുടെ സർവനാശം, താഴെ ശവക്കൂനുകൾ തീർക്കുമ്പോഴും ഇൻഗുലാബ് സ്ക്വയറിൽ തെരുവുകളിൽ പ്രതികാരമെന്ന ഒറ്റ വികാരത്തിൽ ഇറാനികൾ അവിടെ തന്നെ നിൽപ്പാണ്. ഓടി ബങ്കറുകളിൽ പെരിച്ചാഴിമട്ടിൽ ഒളിച്ചിട്ടില്ല. അതേ പെഹൽഗാമിൽ നമ്മുടെ കൂടപ്പുറപ്പുകളുടെ ചോരയൊഴുക്കിന് ഇന്ധനം നൽകിയ ഒരു തെമ്മാടി മേജർ അസീം മുനീറിന് വൈറ്റ് ഹൌസിൽ പരവതാനി വിരിച്ച് കെട്ടിപ്പിടിച്ചൊരു നേതാവ്, ഈ രാജ്യത്തിന്റെ പൗരന്മാരെ കയ്യിലും കാലിലും ചങ്ങലക്കിട്ട് പട്ടികളെ പോലെ കയറ്റിവിട്ട് അധിക്ഷേപിച്ചൊരു നേതാവ്, തോന്നിയവാസം പിഴച്ചുങ്കം മണ്ടക്കടിക്കാൻ മടിക്കാത്തൊരുത്തൻ, റഷ്യയിൽ നിണ്ണ വാങ്ങിയാൽ മൂക്കിൽ കയറ്റും എന്ന് പരമാധികാരത്തെ കളിയാക്കുന്ന ഒരു നേതാവിന് ഇപ്പോഴും അച്ഛനെ പോലെ ആരാധിക്കുന്ന അടിമക്കൂട്ടങ്ങൾ, ട്രംപിസ്റ്റ് വിധേയർ, ആത്മാഭിമാനം കെട്ട ഇരുകാലികളെ നാണമുണ്ടോ? അന്ന് വിയറ്റ്നാമിൽ കണ്ടമട്ടിൽ രാജ്യത്തേക്ക് വരുന്ന ശവപ്പെട്ടികൾ, അമേരിക്കൻ സൈനികരുടെ ബോഡി ബാഗ്സ്, ഇപ്പോൾ ഇറങ്ങിപ്പുറപ്പെടൽ എന്തിന് എന്ന അമ്പരക്കലിൽ അമേരിക്കൻ കോൺഗ്രസിൽ തന്നെയുണ്ട് ആ സംശയം. ലക്ഷ്യം കൊടുങ്കാറ്റടക്കൽ, എപ്സ്റ്റീൻ മറക്കലാണ്. സംശയം ശരിയാണെങ്കിൽ പ്രായപൂർത്തിയാകാത്ത ചെറിയ പെൺകുട്ടികളെ ഓടിച്ചിട്ട് വേട്ടയാടി പീഡിപ്പിച്ച സാത്താൻ സേവക്കാർ, ചെകുത്താന്റെ മക്കളെ അളിഞ്ഞുനാറിയ മുഖം മറയ്ക്കാനാണ് ഈ അധിനിവേശമെങ്കിൽ വിളിക്കേണ്ടത് എപ്പിക് ഫ്യൂറി എന്നല്ല, ഓപ്പറേഷൻ എപ്സ്റ്റീൻ ഫ്യൂറി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.